ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ വീട്ടിൽ ശാരീരികമായോ മാനസികമായോ വലിയ വെല്ലുവിളികൾ നേരിടുന്ന മക്കളോ പ്രിയപ്പെട്ടവരോ ഉണ്ടെങ്കിൽ അവരെ നോക്കുന്ന അമ്മമാർ നേരിടുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. പുറത്തുപോയി ഒരു ജോലി ചെയ്യാൻ പോലും അവർക്ക് സാധിക്കാറില്ല. ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന അമ്മമാർക്ക് സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കാൻ കേരള സർക്കാർ നൽകുന്ന 35,000 രൂപയുടെ സഹായത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതിനെ സ്വയാശ്ര പദ്ധതി എന്നാണ് വിളിക്കുന്നത്. ആടുവളർത്തലോ തയ്യൽ ജോലിയോ ചെറിയൊരു കടയോ ഒക്കെ തുടങ്ങാൻ ഈ തുക ഉപയോഗിക്കാം. ഇതൊരു വായ്പയല്ല, മറിച്ച് തിരിച്ചടക്കേണ്ടാത്ത ഒരു ധനസഹായമാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ തുക ലഭിക്കാൻ ആരാണ് അർഹർ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, നിങ്ങൾ കേരളത്തിൽ സ്ഥിര താമസക്കാരായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ BPL വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം എന്നതാണ്. ഇനി നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കുന്ന വ്യക്തിക്കോ 70% മുകളിൽ വൈകല്യവും ഉണ്ടായിരിക്കണം. ഇത് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം. ഈ പദ്ധതിയിൽ ചിലർക്ക് പ്രത്യേക മുൻഗണനയുണ്ട്. ഭർത്താവ് മരിച്ചവർ, വിവാഹമോചിതരായവർ അല്ലെങ്കിൽ അവിവാഹിതരായ അമ്മമാർ എന്നിവർക്ക് ആദ്യം പരിഗണന ലഭിക്കും. അടുത്തതായി നമുക്ക് വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നേരത്തെ തന്നെ കരുതി വെച്ചാൽ അപേക്ഷിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകില്ല. നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പകർപ്പ് വേണം. BPL ആണെന്ന് ഇതിലൂടെ ഉറപ്പിക്കാം. പിന്നെ ആധാർ കാർഡ് നിർബന്ധമാണ്. മക്കളുടെ വൈകല്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മറക്കരുത്. നിങ്ങളുടെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജിന്റെ പകർപ്പ് വേണം. ഇതിലേക്കാണ് പണം വരുന്നത്. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വേണം. അതൊരു പ്രൊജക്ട് റിപ്പോർട്ടാണ്. അതായത് 35,000 രൂപ കിട്ടിയാൽ നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലളിതമായി എഴുതിയ ഒരു കടലാസ്. ഉദാഹരണത്തിന്, നിങ്ങൾ 2 ആടിനെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആടിന്റെ വിലയും അതിനുള്ള കൂട് കെട്ടാനുള്ള ചെലവും ഒക്കെ ചേർത്ത് ഒരു ചെറിയ വിവരണം തയ്യാറാക്കണം. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് പറയാം. പലരും വിചാരിക്കുന്നത് ഓൺലൈനായി മാത്രം ചെയ്യേണ്ട കാര്യമാണെന്നാണ്. എന്നാൽ ഇതിന്റെ അപേക്ഷാ ഫോം സാമൂഹ്യനീതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ ചേർത്ത് നിങ്ങളുടെ ജില്ലയിലെ സാമൂഹ്യനീതി ഓഫീസർക്കാണ് നൽകേണ്ടത്. നിങ്ങളിത് നേരിട്ടോ തപാൽ വഴിയോ എത്തിക്കാം. പഞ്ചായത്ത് ഓഫീസിലോ ICDS ഓഫീസിലോ ചോദിച്ചാലും ഇതിന്റെ സഹായം ലഭിക്കും. ഈ പദ്ധതിയിൽ അപേക്ഷിക്കുമ്പോൾ വരുത്തുന്ന ചില തെറ്റുകൾ കാരണം പലർക്കും പണം കിട്ടാതെ വരാറുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കണം. മക്കളുടെ വൈകല്യം 70% താഴെയാണെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടും. അതുപോലെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം സർക്കാർ നിശ്ചയിച്ച പരിധിയിൽ കൂടുതലാകരുത്. പ്രൊജക്ട് റിപ്പോർട്ട് നൽകാതിരിക്കുന്നതും പണം കിട്ടാൻ വൈകാൻ കാരണമാകും. നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്യും എന്ന് കൃത്യമായി അതിൽ പറഞ്ഞിരിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 2026 ഈ പദ്ധതിയുടെ അപേക്ഷാ തീയതികളിലും നിയമങ്ങളിലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. സർക്കാർ വെബ്സൈറ്റുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ അമ്മമാർ ഇത്തരം സഹായങ്ങൾ അറിയാതെ പോകുന്നുണ്ട്. അവർക്ക് വിവരം എത്തിച്ചു കൊടുക്കുന്നത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ ഈ 35,000 രൂപ കൊണ്ട് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. ഇത് അവരുടെ ജീവിതത്തിന് വലിയൊരു തണലായിരിക്കും.